പ്രാർത്ഥനയും ആരാധനയും രണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രാർത്ഥന എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കണം, എല്ലാവരും അത് ചെയ്യുന്നു. കാര്യങ്ങൾ നടക്കണം, സുരക്ഷിതമായിരിക്കണം, സമാധാനം കിട്ടണം, യുദ്ധം അവസാനിക്കണം. പക്ഷെ അതിലൊരു ഒഫീഷ്യാലിറ്റി ഉണ്ട്. മറുവശത്ത് ആരാധന അങ്ങനെയല്ല. അവിടെ ഒഫീഷ്യാലിറ്റി മാറുകയാണ്. ആരാധന വെളിപ്പെടും തോറും ദൈവം വെളിപ്പെട്ട് വരികയാണ്. എല്ലാവരും ശലോമോനെ വണങ്ങി, എല്ലാവരും ശലോമോനോട് ആവശ്യങ്ങൾ പറഞ്ഞ് അവരുടെ പരാതികൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടു, നന്മ അനുഭവിച്ചു. പക്ഷെ നാഥാൻ പ്രവാചകന്റെ മകൻ സാബൂത്, വചനം എഴുതി വെച്ചിരിക്കുന്നു, അവൻ രാജാവിൻ്റെ സ്നേഹിതൻ. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന പോലെ അല്ല സാബൂത് സംസാരിക്കുന്നത്. അവിടെ ഒഫീഷ്യാലിറ്റി ഇല്ല, ഔദ്യോഗിക തരത്തിലുള്ള സമീപനമല്ല, ഫോർമാലിറ്റി ഇല്ല. കൂട്ടുകാരന്മാർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ശലോമോൻ ഒരാളെ ഉള്ളായിരുന്നു, അത് സാബൂതായിരുന്നു. നമ്മൾ ആരാധനയിൽ മുന്നേറുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തി വരുന്നു. സമരിയാക്കാരിക്ക് യേശു കർത്താവ് വെളിപ്പെട്ടതുപോലെ ഫ്രീ ആയിട്ട് സംസാരിക്കാം, ആശ്വാസം പ്രാപിക്കാം, സ്വസ്ഥത അനുഭവിക്കാം.